അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ഒ റെസിപ്റ്റ് ആൻഡ് ഇൻകം ആണ്. വി ഒയ്ക്ക് ലഭ്യമായിട്ടുള്ള റെസിപ്റ്റുകളുടെയും ഇൻകത്തിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുക എന്നതാണ് ഈ ഫീൽഡിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. വി ഒ റെസിപ്റ്റ് ആൻഡ് ഇൻകം ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ഇവിടെയും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വി ഒയ്ക്ക് റെസിപ്റ്റ് അല്ലെങ്കിൽ ഇൻകം ലഭ്യമായിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നൽകണം. ഇവിടെ നമുക്ക് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. CLF, ബാങ്ക്, അതേഴ്സ്. നമ്മൾ CDS ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫണ്ട് സോഴ്സായി വരുന്നത് കമ്പൽസറി സേവിങ്സ് ഇൻ CLF, ഡിപ്പോസിറ്റ് ഇൻ CLF, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കമ്പൽസറി സേവിങ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡിപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ അതർ സേവിങ്സ് ഇൻ CLF, ഷെയർ ക്യാപിറ്റൽ ഇൻ CLF, വോളണ്ടറി സേവിങ്സ് ഇൻ CLF എന്നിവയാണ്. നമുക്ക് ആവശ്യമായുള്ളവ സെലക്ട് ചെയ്ത് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാവുന്നതാണ്. ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് സോഴ്സായി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ FDS, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ബാങ്ക് അക്കൗണ്ട്, സബ്സിഡി ഓൺ ഇൻട്രസ്റ്റ്. അതായത് ADSൻ്റെ അക്കൗണ്ടുകൾക്ക് ലഭ്യമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യും. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഒയ്ക്ക് SB അക്കൗണ്ട് ഇനത്തിൽ കട്ട് ഓഫ് ഡേറ്റ് വരെ ലഭ്യമായിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഉദാഹരണമായി വി ഒയ്ക്ക് SB അക്കൗണ്ട് ഇനത്തിൽ ഇൻട്രസ്റ്റായി ഒരു 550 രൂപ ലഭ്യമായതായി കാണിക്കുന്നുണ്ട്. ഡേറ്റ എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടൺ അമർത്തണു. വി ഒ റെസിപ്റ്റ് ആൻഡ് ഇൻകം എന്ന ഹെഡിലെ എല്ലാ റെസിപ്റ്റും എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ മെയിൻ മെനുവിലേക്ക് പോകുന്നു. വി ഒ ട്രാൻസാക്ഷൻ അടുത്തതായി നമ്മൾ ചെയ്യാനുള്ളത് വി ഒ എക്സ്പെൻഡിച്ചർ ആൻഡ് പേയ്മെൻറ്റ് എന്ന ഹെഡാണ്. വി ഒ എക്സ്പെൻഡിച്ചർ ആൻഡ് പേയ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് വരെ വി ഒയ്ക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളും പേയ്മെൻറ്റുകളും എൻ്റർ ചെയ്ത് നൽകുക എന്നതാണ്. വി ഒയുടെ എക്സ്പെൻഡിച്ചേഴ്സും പേയ്മെൻറ്റും എൻ്റർ ചെയ്യാനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡാറ്റാസ് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഇവിടെ നമുക്ക് 3 ഫീൽഡുകളാണുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫണ്ട് സോഴ്സ്, ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതുകൊണ്ട് 3 ഫീൽഡുകൾ നമുക്ക് കാണാം. CLF, ബാങ്ക്, അതേഴ്സ്. വി ഒയിൽ നിന്നും CDSലേക്ക് ചിലവായ തുകകൾ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാം. CDSലേക്ക് വി ഒയിൽ നിന്നും എന്തെങ്കിലും തുകകൾ പോയിട്ടുണ്ടെങ്കിൽ വി ഒയുടെ രജിസ്റ്ററുകൾ പരിശോധിച്ച് നമുക്ക് എൻ്റർ ചെയ്ത് നൽകാം. ഇവിടെ ഫണ്ട് സോഴ്സായി അഡ്മിഷൻ ഫീസ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺസ്, മെമ്പർഷിപ്പ് ഫീസ് എന്നീ ഹെഡുകളാണുള്ളത്. CLFലുമായി ബന്ധപ്പെട്ട ഫണ്ട് സോഴ്സ് സെലക്ട് ചെയ്ത ശേഷം എമൗണ്ട് എൻ്റർ ചെയ്ത് അത് സേവ് ചെയ്യാം. അടുത്തതായി ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. ഇവിടെ ഫണ്ട് സോഴ്സായി ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺസ്, ബാങ്ക് ചാർജ് എന്നിവ വരും. കോമൺലി വി ഒയ്ക്ക് വരാവുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് ബാങ്ക് ചാർജ്. വി ഒയുടെ പാസ്ബുക്ക് പരിശോധിച്ച ശേഷം ബാങ്ക് ചാർജ് എന്ന ഫണ്ട് സോഴ്സ് സെലക്ട് ചെയ്ത് വന്നിട്ടുള്ള ബാങ്ക് ചാർജ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ ഉദാഹരണമായി ബാങ്ക് ചാർജ് എൻ്റർ ചെയ്ത് നൽകുന്നുണ്ട്. ബാങ്ക് ചാർജായി ഒരു കട്ട് ഓഫ് ഡേറ്റ് വരെയുള്ള ബാങ്ക് ചാർജാണ് നമ്മൾ എടുക്കേണ്ടത്. കട്ട് ഓഫ് ഡേറ്റ് വരെ ബാങ്ക് ചാർജായി 220 രൂപ വന്നതായി ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓരോ എക്സ്പെൻഡിച്ചറും എൻ്റർ ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് അടുത്ത എക്സ്പെൻഡിച്ചേഴ്സ് പേയ്മെൻറ്റ് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. അടുത്തതായി അതേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതേഴ്സ് എന്നതിൽ മീറ്റിംഗ് ചെലവുകളും രജിസ്റ്റർ, സ്റ്റേഷനറി, ഓഡിറ്റ് ചാർജ്, ട്രാവൽ എക്സ്പെൻസ്, മോഡൽ CDSകളായിട്ടുള്ളവർക്ക് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എക്സ്പെൻസസ് എന്നിവ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ അതേഴ്സിൽ ADSൻ്റെ ഓഡിറ്റ് ചാർജ് ഇനത്തിൽ കട്ട് ഓഫ് ഡേറ്റ് വരെ 1200 രൂപ ചെലവായതായി കാണിക്കുന്നുണ്ട്. അതേപോലെ ADSൻ്റെ അതേഴ്സ് ഹെഡിൽ വരാവുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾക്ക് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. മോഡൽ CDSകളാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒരു തുക വരും. ആ തുകകൾ നമുക്ക് എൻ്റർ ചെയ്ത് നൽകാം. ഞാൻ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എക്സ്പെൻസ് ആയിട്ട് 1500 രൂപ എൻ്റർ ചെയ്യുന്നുണ്ട്. വി ഒയുടെ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും പേയ്മെൻറ്റും എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും മെയിൻ മെനുവിലേക്ക് പോവുക.
അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് VO ക്യാഷ് ബാലൻസ് ആണ്. VOയുടെ ക്യാഷ് ബാലൻസ് ആണ്. VO ക്യാഷ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് വരെയുള്ള VOയുടെ ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് എത്രയാണോ അത് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ് ഓഫ് ബാലൻസ് ടേക്കൺ എന്നുള്ളത് കട്ട് ഓഫ് ഡേറ്റ് നമുക്ക് നൽകാവുന്നതാണ്. VOയുടെ ക്യാഷ് ബാലൻസ് എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകാവുന്നതാണ്. ക്യാഷ് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. VO ട്രാൻസാക്ഷനിൽ ക്യാഷ് ബാലൻസിന് ശേഷം തൊട്ടടുത്തത് VOയുടെ ബാങ്ക് ബാലൻസ് ആണ്. VOയുടെ ബാങ്ക് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് വരെ VOയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ആ ഒരു ഫീൽഡ് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ബാക്കിലേക്ക് പോകാവുന്നതാണ്. അടുത്തതായി ഉള്ളത് ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറിയാണ്. ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പിൻ്റെ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് കിട്ടുന്നത്. അസറ്റ്, ഇക്വിറ്റി, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്ത ഫീൽഡ് മിസ്ലേനിയസ് എന്ന ഫീൽഡാണ്. മിസ്ലേനിയസ് എന്ന ഫീൽഡിൽ ഡിസ്പ്ലേ ഫണ്ട് ഫ്രം FDM എന്ന ഒരു ഫീൽഡാണ് ഉള്ളത്. അതായത് ഫണ്ട് ഡിസ്ബേഴ്സ്മെന്റ് മൊഡ്യൂൾ പ്രകാരം VOയ്ക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. VO കട്ട് ഓഫ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്പർ ട്രാൻസാക്ഷൻ, VO ട്രാൻസാക്ഷൻ, മിസ്ലേനിയസ് എന്നിവയെല്ലാം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്